എൻ്റെ അനിയൻ്റെ കല്യാണം അടുത്ത് വരികയാണ്. അപ്പോൾ ഈ കല്യാണത്തിന് മുമ്പ് കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് പറഞ്ഞ് എന്നെ ആ തിയേറ്ററിലേക്ക് ഒരു പടത്തിന് കൊണ്ടുപോയി. അപ്പോൾ ആ സിനിമയാണ് ഡ്രാമ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ അതിൽ ബുക്ക് മൈ ഷോയിൽ അതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് കാണുന്നത്. റോബർട്ട് പാറ്റിൻസണും സെൻഡയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു പുതിയ പടമാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ലൊരു റോം കോം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ്. ഫീൽ ഗുഡ് ടൈപ്പ് പടമാണ്. അതിൻ്റെ ഒരു പോസ്റ്റർ ഇതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇമേജ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമക്ക് പോയി. സിനിമ തുടങ്ങി അതിൻ്റെ ഒരു ടൈറ്റിൽസ് കാണിക്കുമ്പോൾ തന്നെയാണ് കാണുന്നത് അത് A24 സ്റ്റുഡിയോസിൻ്റെ സിനിമയാണ്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പടം അല്ല എന്ന് മനസ്സിലായി. കാരണം ഈ A24 സിനിമാസിൻ്റെ അവരുടെ സ്റ്റുഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു ടൈപ്പ് പടങ്ങളായിരിക്കും. അതായത് അവരുടെ കണ്ടന്റ്സിലാണെങ്കിലും വേറൊരു ടൈപ്പ് വെറൈറ്റി കണ്ടന്റ്സ് അവർ ചെയ്യണമെങ്കിൽ. ഈ സിനിമയുടെ റൈറ്ററും ഡയറക്ടറൊക്കെ ആണെങ്കിലും ക്രിസ്റ്റഫർ ബോർഗ്ലി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അങ്ങനെ സിനിമ തുടങ്ങി നോക്കുമ്പോൾ ഭയങ്കര നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര ഫീൽ ഗുഡ് സിനിമ, ഒരു റോം കോം, ഇതിൽ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ അതായത് ഒരു നായകൻ കാണുന്നു, അവർ പ്രേമത്തിലാവണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര അവർ കാണുന്നതും അവർ പരിചയപ്പെടുന്നതൊക്കെ ഭയങ്കര കോമഡിയാണ്. ഭയങ്കര രസമായിട്ട് തന്നെ അങ്ങനെ പടം ഇങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു ചോക്ലേറ്റ് നായകയും അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ഒരു പ്രേമം തുടങ്ങുമ്പോഴുള്ള റിലേഷൻഷിപ്പിൻ്റെ ആദ്യത്തെ ഫേസ്, ആ ഒരു ത്രില്ല്, ആ ഒരു റൊമാൻസ്, ആ നല്ല ഫീൽ ഗുഡ് ഇതിൽ പടം നല്ല എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നായകൻ ഇവരിങ്ങനെ റിലേഷനിലാണ്, പ്രേമത്തിലാണ്. എന്നിട്ട് ഇവർ കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഈ കല്യാണത്തിന് ഇനി ഒരാഴ്ചയും കൂടി സമയമുണ്ട് ഇവരുടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ. ഈ കല്യാണത്തിന് ഇനി ഒരാഴ്ച ഏകദേശം സമയമുണ്ട്. അപ്പോൾ ഇവർ ബന്ധുക്കാരെയും ഫ്രണ്ട്സിനെ എല്ലാവരും ഇങ്ങനെ വിളിച്ചും ഓരോ പരിപാടി അങ്ങനെ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം ഈ നായകനാണെങ്കിൽ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരു സ്പീച്ചൊക്കെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇതിലൊക്കെ റെഡിയാക്കുന്നുണ്ട് കൂട്ടുകാരൻ്റെ ഒപ്പം. അപ്പോൾ അതിൽ അവൻ ഇങ്ങനെ പറയുന്നുണ്ട് നായിക ഇവളെ പറ്റിയുള്ള സ്പീച്ചാണ് കല്യാണത്തിനുള്ള. അപ്പോൾ ഇവൾ ഭയങ്കര കൈൻഡാണ്, എമ്പത്തറ്റിക്കാണ്, ഞങ്ങൾ കണ്ടുകൂട്ടിയ സമയത്തുള്ള സംഭവങ്ങൾ, രസകരമുള്ള ഓർമ്മകൾ. അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ റെഡിയാക്കുന്നുണ്ട്. ഇനി പടം മൊത്തം ഇവരുടെ ഈ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്രണ്ട്സും കസിൻസൊക്കെ കൂടി ഇപ്പോൾ ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ നമ്മൾ കളിക്കുമല്ലോ, അതേപോലെ നമ്മുടെ സെൻഡയുടെ ക്യാരക്ടർ നായികക്ക് ഒരു ചെവി കേൾക്കില്ല, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അത് ഇവർ കണ്ടുമുട്ടുമ്പോഴേ അതൊരു കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവള് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവളെ നോട്ട് ചെയ്യും. അപ്പോൾ ഇവളുടെ അടുത്ത് പോയി സംസാരിക്കാൻ വേണ്ടി ഇവൻ പയ്യെ പുറകിൽ നിന്ന് ഇങ്ങനെ നോക്കി ബുക്ക് ഏതാന്ന് ശ്രദ്ധിക്കുമായിരിക്കും. എന്നിട്ട് ഇവൻ ഫോണിൽ നെറ്റിൽ അടിച്ചിട്ട് ഈ ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് അങ്ങനെയാണ് ഇവൻ ഇവളുടെ അടുത്ത് നിന്ന് മിണ്ടണത്. ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇത് അടിപൊളി ബുക്കാണ്, ഭയങ്കര സംഭവം എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ഇവള് ഒരു ചെവി ഹെഡ്സെറ്റ് വെച്ചാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ കേട്ടില്ലെന്ന് പറയാം. അപ്പോൾ അപ്പോഴാണ് ഇവള് പറഞ്ഞാൽ എനിക്കൊരു ചെവി കേൾക്കില്ല, അങ്ങനെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ട്രൂത്ത് ഓർ ഡെയർ പോലെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇവരൊക്കെ ആയിട്ട് ഒരു ടേബിളിൽ ഇട്ടിരുന്ന് ബിയറൊക്കെ കഴിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ചുമ്മാ ഒരു കളി പോലെ ഇങ്ങനെ പറയും നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഏറ്റവും വലിയ തെറ്റെന്നുള്ള തോന്നുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സംഭവം പറയും. അപ്പോൾ ഇവർ 3-4 പേരുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവർക്ക് പറ്റിയ ചെറിയ ചെറിയ അബദ്ധങ്ങൾ, ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ പറയണം. ഇവൻ നായകൻ പറയാനുണ്ട്, റോബർട്ടിൻ്റെ ക്യാരക്ടർ ഞാൻ ഒരാളെ സൈബർ ബുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തെറ്റൊക്കെ ഉള്ളു. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് പിന്നെയാണ് നമ്മുടെ നായികയിലേക്ക് കിടക്കുന്നത്, സെൻഡയുടെ ക്യാരക്ടർ. അപ്പോഴാണ് ഇവള് പറയുന്നത് ഇവക്ക് ഈ ഒരു ചെവി കേൾക്കില്ലല്ലോ. ഇവള് വളർന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. കാരണം ഇപ്പൊ സെൻഡയുടെ ക്യാരക്ടർ അറിയാം, ഇവള് ഇത്തിരി ഇരുണ്ടിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവളുടെ പാരൻസും ഒന്നും അടുത്തുണ്ടായില്ല ഇവളുടെ ചെറുപ്പത്തിൽ. അപ്പോൾ ഇവളുടെ സ്കൂളിലും ആണെങ്കിൽ ക്ലാസ്സിലേക്ക് ഇവള് കുറെ ബുള്ളിങ്ങും ഹറാസ്മെന്റ് ഒക്കെ ആയിട്ടാണ് ഇവള് വളരുന്നത്. അപ്പോൾ ഇവള് ഈ സ്കൂളിലും ഇവളെല്ലാവരും ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഇവളുടെ നിറത്തിന്റെ പേരിലും ഇതിന്റെ പേരിലൊക്കെ. അപ്പോൾ കുറെ ബുള്ളിങ് ഇതൊക്കെ വന്നിട്ട് ഇവളുടെ മനസ്സാകെ ഇതായിട്ട് അച്ഛനും അമ്മയൊന്നും അടുത്തുണ്ടായില്ല, ഇമോഷണൽ സപ്പോർട്ടിനൊന്നും. പിന്നെ ഇവളുടെ എന്തോ പരിചയത്തിൽ അവർക്കൊരു തോക്കുണ്ടായി, ഒരു എയർ ഗൺ എന്തോ ഉണ്ടായി. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തോക്കെടുത്ത് ഇങ്ങനെ വെടിവെക്കണം എന്നുള്ളൊരു ഹാബിറ്റ്, അങ്ങനെ ഷൂട്ടിങ് പോലത്തെ ഒരു ഹാബിറ്റ് പോലെ എന്തോ സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവള് ഇങ്ങനെ ഈ കുറെ നിരന്തരമായിട്ടുള്ള കളിയാക്കലുകൾ, ബുള്ളിങ് ഒക്കെ ഇട്ടിട്ട് ഇവളൊരു ഘട്ടത്തിൽ ക്ലാസ്സിൽ കയറിയുണ്ടല്ലോ, എല്ലാവരെയും ക്ലാസ്സിൽ കയറി നിരത്തി വെടിവെച്ച് കൊല്ലണം. അതായത് മറ്റേ മാസ് മർഡറില്ലേ, മാസ് ഷൂട്ടിങ്. ഈ അമേരിക്കയിൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കല്ലോ, അമേരിക്കയിലൊക്കെ സ്ഥിരം നടക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ കയറി കുട്ടികളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ സ്ഥിരം ഇടയ്ക്ക് പത്രത്തിലുണ്ടാവും. അപ്പോൾ ഇവളിങ്ങനത്തെ സാധനം ആക്ച്വലി ഇവള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവള് ക്ലാസ്സിൽ കയറി എല്ലാവരും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോയതാ. അപ്പോൾ ഇവളങ്ങനെ തോക്കേട്ട് ഇങ്ങനെ പോയതാ. പക്ഷെ ഇവള് പോണതിന് മുമ്പേ, ഇവളവിടെ എത്തുന്നതിന് മുമ്പേ വേറെ ഏതൊരു പയ്യൻ കയറി കുറെ പേരെ വെടിവെച്ച് കൊന്നു. അതുകൊണ്ട് ഇവളുടെ പ്ലാൻ നടന്നില്ല എന്ന്. അങ്ങനെ എന്നിട്ട് പിന്നെ അടുത്ത ദിവസം ഇപ്പോൾ ക്ലാസ്സിൽ അനുശോചനം പരിപാടികളൊക്കെ ആയിട്ട് ആ മരിച്ച പിള്ളേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇതൊക്കെ നടന്നപ്പോൾ ഇവളുടെ ഇത് നടന്നില്ല. പിന്നെ അപ്പോൾ അങ്ങനെ എന്തോ പോയ സമയത്താണ് ഇവള് പ്രാക്ടീസ് ചെയ്യാൻ പോണ പോലെ കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും വെടിവെക്കണതിൻ്റെ ഇടയിൽ അബദ്ധത്തിൽ എന്തോ ബുള്ളറ്റ് കൊണ്ടിട്ടാണ് ഇവളുടെ ഒരു ചെവി പോയത്. അങ്ങനെയാണ് ഇവർക്ക് ഒരു കേൾവി നഷ്ടമായതെന്ന്. ഇവരെല്ലാം കൂടി ഇങ്ങനെ
ടേബിളിൽ ഇട്ട് ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ ഇവൾക്ക് ഇത് ബിയറൊക്കെ അടിച്ച് ഇവൾ ഇത്തിരി ഓഫായപ്പോഴാണ് ഇത് പറയണത്. അപ്പോഴാണ് നമ്മളും എല്ലാവരും അറിയുന്നത് ഇവളും നമ്മൾ വിചാരിക്കണ ആളല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതായത് നിങ്ങൾക്ക് മനസ്സിലാകണ്ട, അതായത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇവള് മറ്റേ ജോളിയുടെ കേസൊക്കെ പോലെ ഇവളൊരു സൈക്കോപാത്താണ് ആക്ച്വലി. ഈ ഒന്ന് ആലോചിക്കുക, അവർക്ക് ഇങ്ങനെ എമ്പതി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഒരു 6 വയസ്സുള്ള കുട്ടീനെ വിഷം കൊടുത്തു വന്ന ഒരു സ്ത്രീ, ജോളിനെ പോലത്തെ ക്യാരക്ടർ ഇല്ലേ അവർക്ക്. അതായത് അവരുടെ മൈൻഡ് പെട്ടെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അവർ വയലന്റ് ആവും, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കൊല്ലാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവള് ഭയങ്കര വെള്ളമടിച്ച് ഇങ്ങനെ ഓഫായപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോയപ്പോഴാണ് ഒരേ സമയം നായകൻ, ഈ സിനിമയുള്ള പ്രേക്ഷകരും എല്ലാവരും ഇങ്ങനെ അറിയുമ്പോഴാണ് നമ്മളിങ്ങനെ ഞെട്ടണതേ. അതായത് ഇവള് നമ്മൾ ഉദ്ദേശിച്ച ആളെ അല്ല. ഇവള് ഒരു ക്ലാസ്സിൽ കയറി എല്ലാവരും നിരത്തി വെടിവെച്ച് കൊല്ലാൻ പോയതാ. പക്ഷെ ഇവളവിടെ എത്രതിന് മുമ്പേ വേറൊരു പയ്യൻ കയറി കാച്ചി, അല്ലെങ്കിൽ ഇവളുടെ ഇപ്പൊ പ്ലാൻ തെറ്റിയത് കൊണ്ട് അത് നടന്നില്ല എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവള് കൊന്നേനെ. അപ്പൊ പെട്ടെന്ന് നായകൻ പാസ്റ്റിലുണ്ടായ ചില ഓർമ്മകൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഈ പ്രേമത്തിന്റെ സമയത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇവരുടെ പോസിറ്റീവ് വശം മാത്രമല്ലേ കാണുന്നത്. അപ്പൊ പെട്ടെന്നാണ് ഇവളെ പറ്റിയുള്ള ചില നെഗറ്റീവ് ഓർമ്മകൾ ഇവന്റെ മനസ്സിലേക്ക് വരുന്നത്. അതായത് ഇവര് ഭയങ്കര ഫിസിക്കലി ഇന്റിമേറ്റ് ആവണതിന്റെ ഇടയിൽ ഇവൾ ഒരു കാരണമില്ലാണ്ട് പെട്ടെന്ന് ഇവനെ മോന്തക്കിട്ട് അടിക്കുമായിരുന്നു. ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഓർമ്മ, ഇവളുടെ പെട്ടെന്നുള്ള കുറെ ബാഡ് ആയിട്ടുള്ള ഓർമ്മകൾ വരുമ്പോഴാണ് ഇവനും പെട്ടെന്ന് മനസ്സിലാവണേ ഇവള് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, ഒരു സൈക്കോപാത്ത്, അല്ലെങ്കിൽ ഏത് സമയം ഒരു സീരിയൽ കില്ലർ ആകാൻ പോകുന്ന അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് ഇവൻ കെട്ടാൻ പോകുന്നതെന്ന്. അപ്പൊ ഇനി കല്യാണത്തിനാണെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു പടം ഒരു ഫീൽ ഗുഡ് റോം കോമി എന്നൊക്കെ മാറിയ ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ലിഫ് ഹാങ്കറിലെ പടം ഇങ്ങനെ പോകണം. പിന്നെ ത്രൂ ഔട്ട് എൻഡ് വരെ ഈ ഒരു ഭയങ്കര ഇതിങ്ങനെ ബിൽഡ് ചെയ്ത് അതായത് ഭയങ്കര ഒരു സസ്പെൻസും മിസ്റ്ററിയൊക്കെ ബിൽഡ് ചെയ്ത് ഇനി എന്ത് സംഭവിക്കും, ഇനി എന്താവും എന്നുള്ളതിൽ അങ്ങനെയാണ് പടം ഇങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പോകണം, ഭയങ്കര ഇന്നായിട്ടാണ് പോകണം. ഇതിൻ്റെ ഒപ്പം ഈ ഡയറക്ടറിൻ്റെ കുറേ വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതായത് നമുക്ക് പിന്നെ അങ്ങോട്ട് ഇവളെ ഓരോ ഫ്രെയിമിലും ഈ നായികനെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ വരും. എന്താ ഇവളെന്ത് ചെയ്യും ഇനി എന്ന് വെച്ചാൽ ഇവള് ഇപ്പോൾ ഒരു കത്തിയായിട്ട് ചുമ്മാ നടന്നു വരുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കത്തിയായിട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ടെൻഷനും സ്ക്രീനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാധനം തോന്നും. ഇപ്പം ഇവനാണെങ്കിൽ നായകനാണെങ്കിൽ ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള അങ്ങനത്തെ ഒരാളുമാണ്, ഭയങ്കര ഒരു പാവമായിട്ടുള്ള. ഇവനാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കളയണ വേണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര ഇവന്റെ കൺഫ്യൂഷനും കാര്യങ്ങളും അങ്ങനെ ത്രൂ ഔട്ട് എൻഡ് വരെ ഈ കല്യാണത്തിന് തലവരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാണ്. അങ്ങനെയാണ് ഈ ക്ലൈമാക്സ് ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെ പടം, പക്ഷെ എനിക്ക് എൻഡ് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് പെട്ടെന്ന് പടയെന്നും പറഞ്ഞ പടം തീർത്ത പോലെ തോന്നി. അതായത് ഭയങ്കര പെട്ടെന്ന് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും പറഞ്ഞിട്ടും ഇല്ല. അപ്പോൾ ഇവർ അതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ഹാഫ് ഒക്കെ ഇവരിങ്ങനെ ഇങ്ങനെ ഭയങ്കര മിസ്റ്ററി ഇതിങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. അപ്പോൾ അതിൻ്റെ ചിലവരാണെങ്കിൽ ഒരു ക്ലൈമാക്സിന് വേണ്ടിയുള്ള ചില സൂചന പോലെ ചില സാധനങ്ങൾ തരണമുണ്ട്. അതായത് ഏത് നിമിഷമില്ല ഒരു ബ്ലഡ് ബാത്ത് പോലത്തെ സംഭവം നടക്കുന്നോ, അല്ലെങ്കിൽ അത് ഇവൾ ഇങ്ങനത്തെ ഒരാളാന്ന് കാണിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു മറ്റേ പാരസൈറ്റിന്റെ ക്ലൈമാക്സ് പോലെ ഒരു മറ്റേ വെട്ടിക്കീറൽ അല്ലെങ്കിൽ ചോരക്കളി അങ്ങനത്തെ സാധനം പോലെ ചില സൂചന തരണമുണ്ട്. അങ്ങനെ വന്നിട്ട് അത് ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ പക്ഷെ ക്ലൈമാക്സിൽ അങ്ങനെയൊന്നും അല്ല, അത് പടയെന്നും പറഞ്ഞൊരു സാധനം സ്വിച്ച് ഇട്ട പോലെ അങ്ങനെ തീർക്കാം. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്നും അല്ലാത്ത പോലെ അത് തീർക്കുന്ന രീതിയിലാണ് സിനിമ തീർക്കുന്നത്. കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നുമില്ല. ഏതായാലും അവരുടെ കല്യാണം ഇതൊക്കെ കോഞ്ഞാട്ടേ ഒന്നുണ്ട്. അപ്പൊ എന്നാലും അത് എങ്ങനെയാണ് അവർ എൻഡ് ചെയ്യുന്നത്, പെട്ടെന്ന് കൈ കഴുകിയ പോലെ തോന്നി. ക്ലൈമാക്സ് ഇങ്ങനെ പടം എൻഡ് ചെയ്തത് ഒരു കൈ കഴുകിയവരിങ്ങനെ പോയ പോലെ തോന്നി. എന്ന് വെച്ചാൽ ഒരു ക്ലോഷർ ഉണ്ടായില്ല പടത്തിന്. അങ്ങനെയാണ് അതിൻ്റെ ഒരു എൻഡിങ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും പടം ത്രൂ ഔട്ട് ഒരു ഭയങ്കര ഒരു ഫൺ വാച്ചായിരുന്നു, ഭയങ്കര രസമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ സിനിമയുടെ യോണ്ടർ ആണെങ്കിലും നേരത്തെ പറഞ്ഞില്ലേ, തുടങ്ങുമ്പോൾ ഒരു റോം കോം ഡ്രാമ ഇങ്ങനെ പോയിട്ട് യോണ്ടർ ചിലപ്പോൾ ഒരു മിസ്റ്റർ ത്രില്ലർ ഇതിലായിട്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചെങ്കിലും സിനിമ തീർന്നപ്പോൾ ഒരു അപ്സെറ്റ് ഡാർക്ക് കോമഡി ആയിട്ടാണ് പടം തീരുന്നത്. അപ്പോൾ സിനിമ നേരത്തെ പേര് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡ്രാമയാണ് പടം മൊത്തം. കണ്ട ഇങ്ങനത്തെ ഒരു ഡ്രാമ. പക്ഷെ ഞാൻ വിചാരിച്ചു ഭയങ്കര സ്ലോ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പടം ഇരിക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഭയങ്കര സ്പീഡിൽ പോകണം, ഭയങ്കര ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ് ഈ ഡ്രാമ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.